നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി പ്ലസ് ക്രൂഡ് ഓയിൽ അനാലിസിസ് ചെയ്യും. അനാലിസിസ് മണ്ടേത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യാൻ നമ്മൾ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് കിടക്കാം. അതിന് നിഫ്റ്റിയുടെ ചെറിയൊരു ലേണിംഗ് സെഷൻ കൂടി നമ്മുടെ നിഫ്റ്റിയുടെ അല്ല ഇതിനകത്തൊരു ലേണിംഗ് പോർഷൻ കൂടി ഞാൻ ഷെയർ ചെയ്യാം. നമുക്ക് എനിക്ക് സമയം കിട്ടുന്നില്ല ആക്ച്വലി ഫുൾ ഒരു വീഡിയോ ഉണ്ടാക്കാൻ, ബട്ട് ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ചെറിയൊരു ലേണിംഗ്. ഫസ്റ്റ് നമുക്ക് വേഗം ഫാസ്റ്റ് കിടക്കാം. നിഫ്റ്റി അനലൈസിസ്. എങ്ങനെയാണ് നിഫ്റ്റി അനലൈസിസ്? പെർഫെക്റ്റ്ലി എ ബി ആൻഡ് സി. സി എവിടെ ആയിരുന്നു? സി പ്രോപ്പർലി എന്താണ് മിനിമം എത്ര? ഓക്കെ, 61.80% ടാർഗറ്റ് ആൻഡ് ദെൻ ഫോർദർ ഡൗൺ സൈഡ് ടാർഗറ്റ്സ് സ്റ്റിൽ ഓപ്പൺ ആണോ ഇല്ല എന്നത് നമുക്ക് മൺഡേ അറിയാൻ പറ്റും. ഓർ നമുക്കിപ്പോൾ ഫോർദർ അനലൈസിസ് ചെയ്യാം. റൈറ്റ്, പഴയ വീഡിയോസ് കണ്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി കയറിയിട്ടുണ്ട്, ഒത്തിരി പേര് വന്ന് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രൈസ് എന്തായിരുന്നു? ഇത് 1, ഇത് 2, ഇത് 3, ഇത് ഫുൾ 4 ആണ്. ഐ ഫീൽ സോ. ഓർ അല്ലെങ്കിൽ ഇത് ഫുൾ ABC ആണ്. ഓക്കെ, ഇത് എ, ഇത് ബി ആൻഡ് സി ഫുൾ ABC ആണ്. ആൻഡ് ദെൻ പ്രൈസ് ഇനി ഫോർദർ ഡൗൺ സൈഡ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നെക്സ്റ്റ് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഫോൾ നമുക്ക് ഈ ലോ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഫുള്ളുണ്ട്. ഇവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ബട്ട് ഈ ഒരു ഗ്യാപ്പ് ഫിൽ കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ കാണിച്ചത് 1 2 3 1 2 3 3യുടെ ഗ്യാപ്പ് ആണെങ്കിൽ 3യുടെ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പാടില്ല. അതാണ് തേർഡ് വേവിൻ്റെ റൂൾ. ഇത് തേർഡ് വേവ് ആണെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ഞാൻ പറയണേ. ഇപ്പോൾ സ്മോൾ ടൈം ഫ്രെയിം ഞാൻ 50 മിനിറ്റ്സ് കാണിച്ചാൽ ഇപ്പോൾ 1 2 3 ആൻഡ് ഇത് 4 ആണെങ്കിൽ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പാടില്ല. ഗ്യാപ്പ് ഫിൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇനി ഫോർദർ ഡൗൺ സൈഡ് സ്റ്റിൽ ഓപ്പൺ ആയിരിക്കും. അത് ആ ഒരു സിനാരിയോയിൽ ഈ ലോ സേഫ് അല്ല. ഫോർദർ നമുക്ക് സേഫ് അല്ല. ദാറ്റ് മീൻസ് ഫോർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. മേ ബി ഡബിൾ ബോട്ടം ഓർ ഫോർദർ ഡൗൺ സൈഡ് ഓർ എവിടെയെങ്കിലും നോക്കാം. നമുക്കിപ്പോൾ അനാലിസിസ് ചെയ്യാം. ഓക്കെ, അനാലിസിസ് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഈ ഒരു ലാസ്റ്റ് ഞാൻ വീഡിയോ മസ്റ്റായിട്ട് കാണണം. എൻ്റെ റെഗുലർ വ്യൂവേഴ്സ് എന്തെങ്കിലും ഞാൻ എല്ലാ വീഡിയോസിലും എന്തെങ്കിലും ഒരു നോളജ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. എന്തെങ്കിലും ലേണിംഗ് പർപ്പസിന് എന്തെങ്കിലും നോളജ് ഷെയർ ചെയ്യാറുണ്ട്. ലാസ്റ്റ് വീഡിയോസിൽ 2-3 ദിവസമായിട്ട് ഞാൻ പ്രോപ്പർലി പറഞ്ഞിട്ട് 26,010 ടച്ച് ചെയ്യാൻ പാടില്ല. 61.80%. ഇത് ABC ആണെങ്കിൽ അത് റൂളാണ്. റൂൾ എലിറ്റ് വ്യൂവിൻ്റെ റൂൾ മസ്റ്റായിട്ട് എല്ലാവരും ലേൺ ചെയ്യുക. അത് മസ്റ്റായിട്ട് പഠിക്കുക. എവിടെയെങ്കിലും നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ റൂൾസ് ഒത്തിരി ഇതാണ് കേട്ടോ. ഒത്തിരി വാല്യുബിളാണ് റൂൾസ് എലിറ്റ് വ്യൂവിൻ്റെ. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാക്കിയിട്ടൊന്നും പറയണില്ല. റൂൾസാണ്. ബുക്സിലുണ്ടാകും. എലിറ്റ് വേവിൻ്റെ പല ബുക്സ് ഉണ്ട്. യൂട്യൂബിലുണ്ടാകും. ഗൂഗിളിനകത്ത് നമുക്ക് കിട്ടും. അതൊക്കെ റൂൾസാണ്. ഓക്കെ, സോ ഈ പ്രൈസ് 1 2 3 4 5 നേച്ചറിലാണ് ഈ ഫോൾ വന്നിരിക്കുന്നത്. ഇവിടുന്ന് മുകളിൽ നിന്ന് വരുന്ന ഫോൾ 1 2 3 5 ദാറ്റ് മീൻസ് ABCയുടെ ഫോളാണ് ഇത്. അപ്കമിങ് ടൈമിൽ സ്ലോലി എല്ലാം പിടികിട്ടും. ഞാൻ ഷെയർ ചെയ്യും. ബട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറയുന്നത്. ഇത് കണ്ടോ, ഈ ഫോൾ 5 മൂവ്സിലാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് ഫോർത്തിൻ്റെ ഫോൾ ഇൻ കേസ് ഫോർത്തിനാണ് ഓർ കറക്ഷനാണ്, എന്തായാലും കറക്ഷൻ തന്നെയാണ് ഇത് പറയാം. 5 മൂവ്സിനാണെങ്കിൽ പിന്നെ വരുന്ന ബൗൺസ് 3 or 5ൻ്റെ നേച്ചറുള്ള ബട്ട് 61.80% ടച്ച് ചെയ്യാൻ പാടില്ല. അതാണ് റൂൾ പറയുന്നത്. ആൻഡ് എന്താ ഈ പ്രൈസ് 61.80% റേഷ്യോ ടച്ച് ചെയ്തിട്ടില്ല. അത് ഞാൻ ഇന്നലെ അല്ല പറയുന്നത്. ഈ വീഡിയോ ഇവിടെ നമ്മൾ നോക്കണം. ഈ പോർഷനിൽ ഈ എന്താണ് 10th ഫാബിൻ്റെ ഒരു വീഡിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ചാനൽ ലേൺ വിത്ത് ഫർമാൻ. അതിൻ്റെ വീഡിയോ സെക്ഷനിൽ 10th ഫാബിൻ്റെ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കണം. 10th ഫാബിൻ്റെ ഓക്കെ, അതിൽ മസ്റ്റായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് ഇതാണ് 9th and 10th ഫാബിൻ്റെ ഇവിടെ ആയിരിക്കുള്ളൂ. 9th and 10th ഫാബിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടുത്തെ ഓൺലി ജമ്പിങ് അപ്പ് ആൻഡ് ഡൗൺ ഈ ഒരു വീഡിയോ. സോ ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കറക്റ്റായിട്ട് ഞാൻ പ്രോപ്പർലി ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തിട്ട് 61.80% റൂൾ അതാ പറയുന്നത് ടച്ച് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് ടച്ച് ചെയ്യണമെങ്കിൽ സഡൻ അവിടുന്ന് റിവേഴ്സ് തരണം. ഇൻ കേസ് 61.80% അബവ് സസ്റ്റെയിൻ ചെയ്യുക, ദാറ്റ് മീൻസ് പ്രൈസ് എവിടെ ബുള്ളിഷാണ്. പ്രൈസ് ദാറ്റ് മീൻസ് നമ്മളെ കൗണ്ട് ചെയ്യണം. അപ്പോൾ പ്രൈസ് പിന്നെ ബുള്ളിഷിലേക്ക് പോകും. ഇതാണ് റൂൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് ദെൻ ലാസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ഇത് കണ്ടോ, ഫ്രൈഡേ ഓർ ഫ്രൈഡേ ദാറ്റ് മീൻസ് പ്രൈസ് എവിടെയോ ഒരു ഇത് മൂവ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതാണ് ഇലക്ട്രിക് വേവ് തിയറി. മസ്റ്റായിട്ട് പഠിക്കാൻ. ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് പഠിക്കണമെന്ന് ഞാൻ ഒന്നും ഫോഴ്സ് ചെയ്യാനേ ഇല്ല. ജസ്റ്റ് ഷെയർ ചെയ്യാറുണ്ട്. ദാറ്റ് മീൻസ് പഠിക്കണം മസ്റ്റായിട്ട്. കാരണം വെച്ചാൽ നമുക്ക് പിടികിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ എല്ലാ ലേണിംഗ് പർപ്പസിനാണ്. ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കോൾ ആൻഡ് പുട്ടിൻ്റെ പരിപാടി ഒന്നുമില്ല. ഞാനതൊന്നും ചെയ്യാറേ ഇല്ല. പിന്നെ ഇലക്ട്രിക് തിയറി പഠിക്കാനാണെങ്കിൽ അത് പ്രാക്ടിക്കലി നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ അത് സ്റ്റോക്സിലേക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കാരണം വെച്ചാൽ അവിടെയാണ് കുറച്ചുകൂടി പ്രോപ്പർ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. ഓപ്ഷൻസ് പ്രീമിയം ഉണ്ടാവും. പ്രീമിയം ഇട്ട് ചെയ്യും.
ഈറ്റിംഗ് ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇത്ര വലിയ ഹ്യൂജ് റേഞ്ച്, ഇത്ര വലിയൊരു ഹ്യൂജ് റേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പ്രൈസ് ഇവിടെ ഉണ്ടായിരുന്നു അന്നത്തെ ആ ഒരു ദിവസം. ഈ ഇവിടുത്തെ ഈ ഒരു ദിവസത്തിൻ്റെ വീഡിയോ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് ഞാൻ കുറച്ച് ദിവസം കുറച്ച് വീക്ക് വരെ ഞാൻ പറഞ്ഞായിരുന്നു, 1-2 വീക്ക്, 1.5 വീക്ക് സംതിങ് ഞാൻ ആ വീഡിയോ പ്രോപ്പർലി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രൈസ് ഇവിടെ തന്നെ ഞാൻ കാണുന്നു, അല്ലെങ്കിൽ വേറെ ഹ്യൂജ് മൂവ്മെൻറ്റ് ഒന്നും കാണുന്നില്ല. ആൻഡ് ദെൻ പ്രൈസ് സ്റ്റിൽ അതിൻ്റെ അകത്ത് തന്നെയാണ് ഫീൽ ചെയ്താറ്. ഞാൻ അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ ഓപ്ഷൻസ് ചെയ്യുന്നില്ല. ശരിക്കും എന്ന് പറഞ്ഞാൽ തട്ടിമുട്ടി സ്കാൽപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ചില ദിവസമൊക്കെ ഞാൻ ചെയ്തിട്ടില്ല. അതെന്ന് വെച്ചാൽ ജെന്വനാണ്, നമുക്കറിയാം. പിന്നെ നമ്മൾ കൈയിട്ടിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ചെയ്യുന്നത് സ്റ്റോക്സാണ്. സ്റ്റോക്കിൽ കുറച്ച് നല്ല മൂവ്സ് കിട്ടുന്നുണ്ട്. പിന്നെ പ്രോപ്പർലി എലിറ്റ് ഫ്യൂച്ചർ വരുന്നത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് സ്റ്റോക്കാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല, ബട്ട് ബെറ്ററാണ് അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ. ഓക്കെ, സ്റ്റോക്സ് മൂവ് തരുന്നുണ്ട് ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് വൈസ് 5%, 6%, 7% ഒക്കെ മൂവ് തരുന്നുണ്ട്. സോ ശ്രദ്ധിക്കുക, അങ്ങോട്ട് നോക്കുക എല്ലാവരും കൂടി. സോ ഇനി നമുക്ക് വേഗം എലിറ്റ് ഫ്യൂച്ചറുടെ ഈ ഒരു പൊസിഷനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് എന്താണ്? ഓക്കെ, സോ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു ഈ വരുന്ന ഫോൾ ABC താഴേക്ക് വരുന്ന ഫോളാണ്. ഇവിടുന്ന് ഫുൾ 5 മൂവ്സ് കഴിഞ്ഞ A ആയി, ആൻഡ് വരുന്ന ബൗൺസ് B ആയിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ പിന്നെ താഴേക്ക് വരുന്ന 61.80% ഉണ്ട്. അവിടെ പ്രൈസ് വന്ന് സ്റ്റോപ്പ്. ഓക്കെ, പ്രോപ്പർലി കണ്ടോ. അന്ന് ഈ ലെവൽ ഷെയർ ചെയ്തായിരുന്നു ഞാൻ. ഇത് പോസ് എടുക്കുന്നു. ഇനി ഈ ലെവൽ ബ്രേക്ക് ചെയ്ത 81.20%, 100% ആൻഡ് ഫോർ ദ ഡൗൺ സൈഡ് ലെവൽസ് നമ്മുടെ വർക്കിംഗ് ആവും. ഓക്കെ, 81.20% റേഷ്യോ ആണ് ഇത്. 320, പിന്നെ 25,001. പിന്നെ ഇനി വീക്ക്നെസ്, ഇനി പ്രൈസ് താഴേക്ക് പോയാൽ വീക്ക്നെസ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പാടില്ലാന്നാണ് ഞാൻ പറയുന്നത്. ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ട്രെയിനിൻ്റെ പ്രൈസ് സെൽ ഓൺ റൈസ് സിറ്റുവേഷനിലേക്ക് മാറും. പിന്നെ ബുളിഷ് എപ്പോഴാകാം? ബുളിഷ് ആവാനാണെങ്കിൽ പിന്നെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തന്നാലേ മാത്രമേ ബുളിഷ് ആവുള്ളൂ. പിന്നെ ആ ഒരു സിനാരിയോയിൽ, അല്ലെങ്കിൽ ഇല്ല കേട്ടോ. സോ ഈ റെസിസ്റ്റൻസ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൈസ് ഇപ്പോൾ വരുന്നത് ABC സ്ട്രക്ചറിൽ താഴേക്കാണ് ഫോൾ വരുന്നത്. സിയുടെ അകത്ത് എത്ര മൂവ്സ് ആയി നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 1, 2, ഫുൾ 3, ഇവിടെ 4 ആൻഡ് 5th. യെസ്, 5th ആണ് നടക്കുന്നത്. ഓക്കെ, 5th ഇതാണ്, ഇവിടെ നിന്നാണ് 5th ഐ തിങ്ക്. ഓക്കെ, 5th 1, 2, 3, 4, 5, 5th മൂവാണ് നടക്കുന്നത്. സോ മേ ബി ഇവിടെ നിന്ന് വീണ്ടും പ്രൈസ് ഇൻ കേസ് സിയുടെ അകത്തിൻ്റെ 5 മൂവ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ബൗൺസ്, പിന്നെ വരുന്ന ബ്രൗൺസ് ഈ ലൈൻ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ മാത്രമേ ബുളിഷ് ആവുക. അല്ലെങ്കിൽ വീണ്ടും അതെന്തായി 5 മൂവ്സ് കഴിഞ്ഞാൽ 1 ഡിഗ്രി ആൻഡ് ദെൻ 2nd ഡിഗ്രി, പിന്നെ 3rd and 4th, പിന്നെ വീണ്ടും ചിലപ്പോൾ ചാൻസസും താഴേക്ക് പോകാനുള്ളതാണ്. ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഓവറോൾ സ്ട്രക്ചറിൽ ഇപ്പോൾ വീക്ക്നെസ് ആണ്, ബുള്ളിഷ്നെസ് ആയിട്ടില്ല. ബുള്ളിഷ്നെസ് എപ്പോഴും ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ബുള്ളിഷ്നെസ്സിൻ്റെ ആ ഒരു സിനാരിയോയിലേക്ക് മാറാം, അല്ലെങ്കിൽ അതുവരെ ഇരിക്കുക. ഓക്കെ, പിന്നെ ഈ ട്രെൻഡ് ലൈൻ എടുക്കുക, കോപ്പി, ക്ലോൺ, ആൻഡ് ദെൻ എവിടെ വെക്കണം? ഏതെല്ലോ ഇതാണ്. ഓക്കെ, ഏതെല്ലോ ഇവിടെ വരെ വയ്ക്കുക. സോ പ്രൈസ് എനി ഹൗ ചാൻസസ് ഉണ്ട്, പ്രൈസ് ഇവിടെ വരെയൊക്കെ വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇത് 3rd അല്ല, പ്രോപ്പർലി ABC ആയിരുന്നു മുകളിലേക്ക് പോയത്. 1, 2, 3, 4, 5 അല്ല. ഗ്യാപ്പ് 3rd വേവിൻ്റെ റൂൾ അത് തന്നെയാണ്. 3rd വേവിൻ്റെ റൂൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്. 3rd വേവിൻ്റെ റൂൾ എന്ത് പറയുന്നു? ഗ്യാപ്പ് ആണെങ്കിൽ ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പാടില്ല. ആ ഗ്യാപ്പ് ഫിൽ ചെയ്യുകയാണെങ്കിൽ ഏത് ഡിഗ്രി ഫോൾ. ഇപ്പോൾ അബൌട്ട് മറ്റേ ഇൻറ്റേർണൽ മൂവ്സ് ആണ് 1, 2, 3, 4, 5. ഓക്കെ, സോ ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് പ്രൈസ് ഇപ്പോൾ വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. സോ ഇനി ഈ ലോ ബ്രേക്ക് ചെയ്താൽ പിന്നെ താഴത്തെ ഈ 2 സപ്പോർട്ട്, പിന്നെ മേജർ സപ്പോർട്ട് ആയിട്ട് ഇവിടെ എവിടെയെങ്കിലും മാറും. കാരണം വെച്ചാൽ ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കിട്ടും, പിന്നെ ഇത് കിട്ടും. ഓക്കെ, സോ ഇവിടെ വരെ പ്രൈസ് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. നോക്കിയിട്ട് വേണം പ്ലേ ചെയ്യാൻ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇനി ഇത്ര എനിക്ക് പറയാനുള്ളതാണ്. ഇൻ കേസ് ബുളിഷ്നെസ് വരാണെങ്കിൽ ഇതിൻ്റെ അബവ് മാത്രമേ എന്തെങ്കിലും ബുളിഷ്നെസ് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇതിൻ്റെ സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് ഞാൻ വരുന്നില്ല. കാരണം വെച്ചാൽ ഇത് 1, 2, 3, ഇത് 4 and 5th അങ്ങനെയാണ് കണ്ടത്. 1, 2 ഇത് 5th 1, 2, 3, 4, 5 ആണ് കേട്ടോ. 5th 1, 2, 3. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ നിന്ന് വീണ്ടും ബൗൺസ് വന്നിട്ട് പിന്നെ ആയിരിക്കും ചിലപ്പോൾ സെൽ ഓഫ് വരുന്നത്. ഓക്കെ, ബുള്ളിഷ് ഞാൻ എപ്പോഴും ആകാം. ഇൻ കേസ് മൺഡേ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ, പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ, പ്രൈസ് ഇവിടുന്ന് റിവേഴ്സൽ തരുവാണെങ്കിൽ, ഇവിടുന്ന് തന്നെ റിവേഴ്സൽ തരുവാണെങ്കിൽ, കാരണം വെച്ചാൽ 61.80% ഇതാണ് ടച്ച് ചെയ്തിങ്ങനെ. സോ ഇവിടുന്ന് തന്നെ റിവേഴ്സൽ തരുവാണെങ്കിൽ 1 പോകും. എപ്പോഴും റിവേഴ്സൽ എടുക്കുന്നത് പ്രൈസ് ശ്രദ്ധിക്കുക. ഇങ്ങനെ 1 പോകും 5 മിനിറ്റ് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ്. പിന്നെ താഴേക്ക് ഇത്രയായാലും 81 പക്ഷേ ഈ ലോ ബ്രേക്ക് ചെയ്യില്ല. ദെൻ ദാറ്റ് മീൻസ് കുറച്ച് റിട്രേസ്മെൻറ്റ് എടുത്ത് പിന്നെ പ്രൈസ് തിരിച്ച് മുകളിലേക്ക് കയറും. ആ സിനാരിയോയിൽ ഈ ഫസ്റ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം ദാറ്റ് മീൻസ് പ്രൈസ് 3 ആണ്, പിന്നെ തിരിച്ച് വരും 4 ആണ്, ആൻഡ് ദെൻ 5th. ദാറ്റ് മീൻസ് ഡിഗ്രി സ്റ്റാർട്ടായി. ഓക്കെ, ശ്രദ്ധിക്കുക. അത് ഇങ്ങനെയാണ് പ്രൈസ് ബുള്ളിഷ്നെസ് കാണിക്കുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവിടെ തന്നെ 5 മൂവ് ആയി എന്ന് പറഞ്ഞാൽ പിന്നെ അത് വീക്ക്നെസ് ആണ്. മനസ്സിലായോ? അത് വീക്ക്നെസ് ആണ്. ബുള്ളിഷ്നെസ്സിൻ്റെ സൈൻ ഇതാണ്.
ഇങ്ങനെ വേവ്സ് മുകളിലേക്ക് പോകണമെങ്കിൽ അതാണ് ബുൾഷിൻ്റെ സൈൻ. ഒരു വീക്ക്നെസ് താഴേക്ക് ഫോളോ ചെയ്യണം ഇങ്ങനെ. ഇതാണ് ജെന്യുവൻ ഇമ്പൾസ്. ഓക്കെ, പിന്നെ ഇനി ലേണിംഗ് സെഷനിൽ വരാം. ലേണിംഗ് സെഷൻ എനിക്ക് പറയാനുള്ളത് എന്താണ്, നമുക്ക് ഒരു ചെറിയൊരു അനാലിസിസ് ആണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിനകത്ത്. സോ ഇന്നത്തെ ഒരു ചെറിയ ലേണിംഗ് സെഷൻ എന്താണ്, നമുക്ക് ലേണിംഗ് സെഷൻ എന്ന് പറയാം. ചെറിയൊരു ലേണിംഗ്. പ്രൈസ് എപ്പോഴും ഇമ്പൾസ് എപ്പോഴും പോകുന്നത് 5 മൂവ്സിലാണ് മുകളിലേക്ക്, റൈറ്റ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്നും ഡിസ്കഷനാണ് നമ്മുടെ 1 2 3 4 5, റൈറ്റ്. ഒരു പ്രൈസ് ഇങ്ങനെ ഇമ്പൾസിൽ എപ്പോഴും പോകുന്ന ഈ ഒരു ബിഹേവിയറിലായിരിക്കും പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, പ്രൈസ് 5 മൂവ്സ് കഴിഞ്ഞാൽ എപ്പോഴും സംശയം ഉണ്ടാകും. നമ്മുടെ 5 മൂവ്സ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഡിഗ്രി ഫോളാണോ ഇല്ലാന്ന് അതിൻ്റെ കൺഫർമേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? ആ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവണമല്ലോ. ചോദിക്കാറില്ല ആരും, ചോദിക്കണം കേട്ടോ, അപ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ. സോ എനിക്ക് പറയാനുള്ളത് എന്താണ് നെക്സ്റ്റ്, ഇപ്പോൾ സപ്പോസ് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം, എനി ടൈം ഫ്രെയിമിൽ പ്രൈസ് മുകളിലേക്ക് പോയി 1 2 3 4 5 ആയിട്ട് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ ടോപ്പ് ഔട്ട് ആയി നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഓക്കെ, ആൻറ്റി ഡയൽ പാറ്റേൺ, റൈറ്റ്. ആൻറ്റി ഡയൽ പാറ്റേൺ ആണ്, ബട്ട് അതിൻ്റെ വേറൊരു സൈൻ കൂടിയാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, പ്രൈസ് 2 to 4 ഡേ ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ച് വയ്ക്കുക. 2 to 4 ഡേ ട്രെൻഡ് ലൈൻ, റൈറ്റ്. ശ്രദ്ധിക്കുക, 2 to 4 ഡേ ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ച് വെക്കണം. 2 and 4 ഡേ, ഈ ഫ്രം ബോട്ടം അല്ല, 2 to 4 ഡേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു ഫോൾ ഉണ്ടാകും. 5 മൂവ്സ്, അവിടെ 5 മൂവ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, 5 മൂവ്സ് സപ്പോസ് കംപ്ലീറ്റ് ആയി. പിന്നെ വരുന്ന ഒരു ഫോൾ ആയിരിക്കും ABC നേച്ചറിൽ. സോ എയുടെ ഒരു ഫോൾ ഉണ്ടാകും, A, പിന്നെ B and C, അങ്ങനെയാണല്ലോ വരുന്നത്. ബട്ട് ഇവിടെ ഒരു ക്യാച്ച് ഉണ്ട്. എന്താണ് ക്യാച്ച്? ഈ ഒരു എയുടെ ഈ ഫോൾ വരുന്നുണ്ടല്ലോ, ഈ ഫോൾ സ്പീഡിൽ വരണം മുകളിലേക്ക്. ഈ 4 to 5 ഒത്തിരി ക്യാൻഡിൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാഫ് ടൈം പീരീഡിൽ സഡൻ ഈ ബ്രേക്ക് ചെയ്യണം. ഈ ട്രെൻഡ് ലൈൻ, ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഞാൻ ഒന്നുകൂടി പറയാം. സപ്പോസ് 4 to 5 ഈ മുകളിലേക്ക് പോയ ബ്ലൂ കളറുടെ ഇത് ഒത്തിരി ക്യാൻഡിൽസ് എടുത്തു, അതിൻ്റെ ഹാഫ് ടൈം ഫ്രെയിമിൽ, ഹാഫ് ക്യാൻഡിൽസിൽ സഡൻലി ഷാർപ്ലി ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ, ഈ ട്രെൻഡ് ലൈൻ താഴെ വരുന്ന ബ്ലാക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് സഡൻ ഇത് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഷാർപ്ലി ബ്രേക്ക് ചെയ്യും, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. സ്ലോ ആണെങ്കിൽ സപ്പോർട്ട് എടുത്ത് തന്നെ ഇവിടെ തന്നെ ഇങ്ങനെയാണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് എക്സ്റ്റൻഷനിലാണ്, തിരിച്ച് അങ്ങനെ തന്നെ മുകളിലേക്ക് കയറി പോകുന്നു ആ ഒരു കേസിൽ. ഓക്കെ, അല്ലെങ്കിൽ സപ്പോർട്ട് സഡൻ ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഷാർപ്ലി ബ്രേക്ക് ചെയ്യണം. ആൻഡ് ദെൻ എയുടെ ഫോളായി പിന്നെ ബിയുടെ ബൗൺസ് എന്തായാലും വരും. ബിയുടെ ബൗൺസ് ഇത്രയാണോ അത്രയാണോ, ചിലപ്പോൾ റേറ്റസ്റ്റ് വരെ പോകാം, ഇത് അകത്തോട്ട് കയറും. ബട്ട് ഈ ഒരു ഹൈ റെയറാണ്, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണം. സോ ബിയുടെ ബൗൺസ് മുകളിൽ പോകും, ആൻഡ് ദെൻ സിയുടെ ഫോൾ വരും. സംഭവം മനസ്സിലായോ? ഹോപ്പ് ക്ലിയർ ആയിട്ടുണ്ടാവും. ചെറിയൊരു ടിപ്പാണ്, ചെറിയൊരു നോളേജാണ്. ബട്ട് 5 മൂവ്സ് കംപ്ലീറ്റ് ആയി. എപ്പോഴാണ് നമ്മൾ 5 മൂവ്സ് കംപ്ലീറ്റ് ആയി നമുക്ക് കൺഫർമേഷൻ എങ്ങനെ കിട്ടും? ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ 2 to 4 വരയ്ക്കുക. ആൻഡ് സി ഈ വരുന്ന ഫോൾ ഡിഗ്രി, ഈ വരുന്ന ഫോൾ എ സഡൻ സ്പീഡിൽ വരണം. സ്പീഡിൽ വന്നിട്ട് ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഇത് ബ്രേക്ക് ചെയ്യണം. ആൻഡ് ദെൻ പ്രൈസ് ബൗൺസ് തരും ബിയുടെ, ആൻഡ് ദെൻ ഷാർപ്ലി വീണ്ടും സിയുടെ ബൗൺസ് തരും. അപ്പോൾ നമുക്ക് പറയാം ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ താഴേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പറയാം ഡിഗ്രി കംപ്ലീറ്റ് ആയി, 5 മൂവ്സ് കംപ്ലീറ്റ് ആയി. ആൻഡ് എപ്പോഴും ബിയുടെ വെയിറ്റ് ചെയ്യണം. ബിയുടെ ബൗൺസ് എന്തായാലും വരും, ബിയുടെ ബൗൺസ് വീണ്ടും എന്തായാലും വരും. അതിൻ്റെ വെയിറ്റ് ചെയ്യണം. ചാടി പൊസിഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇത് ബ്രേക്ക് ഡൗൺ ആയി, ദറ്റ് മീൻസ് പ്രൈസ് എയുടെ ഫോളിലാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിയുടെ ബൗൺസ് വരും, ദെൻ ആണ് പൊസിഷൻ എടുക്കേണ്ടത്. ആ സമയത്ത് SL ഇതായിരിക്കും 5 ദറ്റ് മീൻസ് ടോപ്പ് എൻ്റെ ഡിഗ്രിയുടെ. ഓക്കെ, ചെറിയ ഒരു നോളേജാണ്, ബട്ട് ബെറ്റർ നോളജാണ്, ഡിഫറെൻ്റ് ആണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. വേഗം നമ്മുടെ ക്രൂഡ് ഓയിൽ അനാലിസിസ് എടുക്കാം. ഓക്കെ, ക്രൂഡ് ഓയിൽ അനാലിസിസ് ഞാൻ ലാസ്റ്റ് ഇത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടുതൽ ഇപ്പോൾ എനിക്ക് ക്രൂഡിലൊന്നും പറയാനില്ല. ബട്ട് യെസ്, ക്രൂഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മേ ബി ക്രൂഡ് ഇവിടെ ട്രാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ക്രൂഡിൽ ഇത് ഇങ്ങനത്തെ ഒരു ട്രാങ്കിൾ പാറ്റേൺ ക്രൂഡ് ഓയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ട്രാങ്കിൾ പാറ്റേൺ എന്താ, സോ ABCDE ഉണ്ടാക്കുകയാണെങ്കിൽ ക്രൂഡ് നമുക്ക് കുറച്ച് ദിവസം മേ ബി ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ട്രാങ്കിൾ ഇതിൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ ഉണ്ടാകും. കാരണം വെച്ചാൽ ഇവിടെ നിന്ന് വരുന്ന ABCDE അല്ലെങ്കിൽ ഷാർപ്ലി ബ്രേക്ക് ഔട്ട് തരണം മുകളിലേക്ക്. ഷാർപ്ലി ബ്രേക്ക് ഔട്ട് കാരണം വെച്ചാൽ ഇവിടെ ABC കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ABC ദെൻ D and E, ഇതിൻ്റെ ബോട്ടമാണ്. ദാറ്റ് മീൻസ് സപ്പോർട്ടാണ് ഇത്. ഓക്കെ, ഈ സപ്പോർട്ട് ഇനി ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഏതാ ഈ സപ്പോർട്ട്? ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല, ഇതിൻ്റെ ബിലോ സസ്റ്റെയിൻ ആവാൻ പാടില്ല. ഓക്കെ, സോ ഇവിടെ നിന്ന് തന്നെ പ്രൈസ് ഷാർപ്ലി ബ്രേക്ക് ഔട്ട് തരുന്നത്. ദാറ്റ് മീൻസ് ഈ റെസിസ്റ്റൻസും ഒക്കെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും. ആൻഡ് പ്രൈസ് ഷാർപ്ലി ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ബട്ട് ട്രാങ്കിൾ പാറ്റേൺ ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഈ ട്രാങ്കിൾ പാറ്റേൺ, റൈറ്റ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് എടുക്കാം. ബാങ്ക് നിഫ്റ്റി ഇതുണ്ടല്ലോ, ഇത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഒന്ന്
കാണുന്നില്ല. സോ ഇതിനകത്തൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ബുളിഷ്നെസ് ഇനി ഇതിൻ്റെ അഭാവമേ ഉള്ളൂ. സൈഡ് വേസ് ടു ബിയറിഷ് ഇപ്പോൾ കാണാം, അത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നുമില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ഇതിനകത്തൊന്നുമില്ല. സെൻസെക്സ് പോകാം. സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് സിറ്റുവേഷൻ. ഓക്കെ, ഇനി ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഇപ്പോൾ ഇനി ഇതിൻ്റെ അപ്പോൾ മാത്രമേ നമ്മൾ ബുള്ളിഷിലേക്ക് മാറുകയുള്ളൂ. ബാക്കി ലെവൽസിൻ്റെ ആവശ്യം വരുന്നില്ല. റെസിസ്റ്റൻസ് ഇതാണ് റെസിസ്റ്റൻസ്. ഇത് നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്തേക്കാം. ഈ വരുന്ന ഫോൾ ഫ്രം ടോപ്പ് ടു എ ബി സി ഈ 61.80% ബില്ലോ ആണ്. സോ ഇത് മേ ബി ആ ലോ ബ്രേക്ക് ആണെങ്കിൽ 81.80% ആൻഡ് 100% വരെ വരാനുള്ള ചാൻസസ് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സെൻസെക്സിൽ. ഓക്കെ, ഇത്രേ ഉള്ളൂ. നിഫ്റ്റി മിഡ് ക്യാപ്സിലോട്ട് പോകാം. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലേണിംഗ് വീഡിയോ മേ ബി ഈ വീക്കെൻഡ് വരാം. എല്ലാവരും കമൻറ്റ് ചെയ്യണം, അപ്പോഴേ വേറൊരു ലേണിംഗ് വീഡിയോ വരാം. ഇതിന് വെച്ചാൽ ഞാൻ ചെറിയൊരു വീഡിയോ ഷെയർ ചെയ്തു, മറ്റത് പ്രോപ്പർലി ഒരു നല്ലൊരു വീഡിയോ. ഓക്കെ, നോളജ് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. ഡിഫറെൻറ്റ് എല്ലാ വീഡിയോസിൽ എന്തെങ്കിലും ഒരു നോളജ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ ആ നോളജ് ഷെയർ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കൂടി ഹാർഡ് വർക്കിംഗ് ആണ്, എനിക്കറിയാം. കാരണം വെച്ചാൽ എല്ലാവരും ഒത്തിരി കമൻറ്റ് ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടി എന്തെങ്കിലും നോളജ് കണ്ടുപിടിക്കാൻ എൻ്റെ പേഴ്സണലി ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ എന്തായാലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇനി ഇതിൻ്റെ അപ്പോൾ ഓൺലി ബുളിഷ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുക. നിഫ്റ്റി മിഡ് ക്യാപിൽ 1 2 3 നിഫ്റ്റി മിഡ് ക്യാപ് ഐ തിങ്ക് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് 4th ആണ്. ഇത് ടോപ്പ് ഔട്ട് അതന്നെ. സ്റ്റിൽ ഇത് തന്നെ നമുക്ക് അത് തന്നെ ചെയ്യാം. ഇതിൻ്റെ ഈ 2 റേഷ്യോ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. 38.50%. ഇത്ര വരെ ഇതിനകത്ത് നമുക്ക് മാക്സിമം പിടിച്ചു വയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ ബില്ലോ പോയ 50% ബില്ലോ പിന്നെ ഇത് വീക്ക്നെസ് ആകും. അത്രേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കാം. താങ്ക്സ്.